ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ജനുവരി 24. നഷ്ടമല്ല. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചുവെച്ച നിധിയോട് സദൃശ്യം. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 44-ാം വാക്യം. എൻ്റെ സുഹൃത്ത് റൂയൽ തൻ്റെ പഴയ ഒരു സഹപാഠിയുടെ വീട്ടിൽ നടന്ന ഒരു ഹൈസ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പങ്കെടുത്തു. അവിടുത്തെ ജലാശയത്തിന് അഭിമുഖമായി നിൽക്കുന്ന ആ വലിയ വീടിന് 200 പേരെ ഉൾക്കൊള്ളാൻ കഴിയും. അത് റൂയലിൻ്റെ ഉള്ളിൽ സ്വയം ചെറുതാവുന്നത് പോലെ തോന്നി. റൂയൽ എന്നോട് പറഞ്ഞു, വിദൂര ഗ്രാമങ്ങളിലെ പള്ളികളിൽ കർത്തൃവേലയിൽ ഏർപ്പെട്ടതിൻ്റെ സന്തോഷകരമായ വർഷങ്ങൾ എനിക്കുണ്ടായിരുന്നു. ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ല എന്നെനിക്കറിയാം. എന്നാലും എൻ്റെ സുഹൃത്തിനോട് എനിക്ക് അസൂയ തോന്നി. എൻ്റെ ബിരുദം ഉപയോഗിച്ച് ഞാനൊരു ബിസിനസ് തുടങ്ങിയിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ ജീവിത നിലവാരം എത്ര വ്യത്യസ്തമായിരുന്നേനെ എന്ന് ഞാൻ ചിന്തിച്ചു. എന്നാൽ അസൂയപ്പെടാൻ ഒന്നുമില്ലെന്ന് ഞാൻ പിന്നീട് എന്നെ തന്നെ ഓർമ്മിപ്പിച്ചു. റൂയൽ ഒരു പുഞ്ചിരിയോടെ തുടർന്നു, ദൈവത്തെ സേവിക്കുന്നതിൽ ഞാൻ എൻ്റെ ജീവിതം നിക്ഷേപിച്ചു. ഫലങ്ങൾ നിത്യത വരെ നിലനിൽക്കും. ആ വാക്കുകൾ പറയുമ്പോൾ അവൻ്റെ മുഖത്തെ ശാന്തമായ ഭാവം ഞാൻ എപ്പോഴും ഓർക്കും. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 44 മുതൽ 46 വരെയുള്ള വാക്യങ്ങളിലെ യേശുവിൻ്റെ ഉപമകളിൽ നിന്ന് റൂയൽ സമാധാനം കണ്ടെത്തി. ദൈവരാജ്യമാണ് പരമമായ സമ്പത്തെന്ന് അവൻ അറിയാമായിരുന്നു. അവൻ്റെ രാജ്യം അന്വേഷിക്കുന്നതും ജീവിക്കുന്നതും വിവിധ രൂപത്തിലായിരിക്കാം. ചിലരെ സംബന്ധിച്ചിടത്തോളം ഇത് മുഴുസമയ ശുശ്രൂഷയെ അർത്ഥമാക്കാം. മറ്റുള്ളവർക്ക് അത് ഒരു ജോലി സ്ഥലത്ത് സുവിശേഷപ്രകാരം ജീവിക്കുന്നതായിരിക്കാം. ദൈവം നമ്മെ എങ്ങനെ ഉപയോഗിക്കാനാണ് തിരഞ്ഞെടുത്തത് എന്നത് പരിഗണിക്കാതെ തന്നെ യേശുവിൻ്റെ ഉപമകളിലെ മനുഷ്യരെ പോലെ നമുക്ക് നൽകിയിട്ടുള്ള അനശ്വരമായ നിധിയുടെ മൂല്യം അറിഞ്ഞുകൊണ്ട് നമുക്ക് അവൻ്റെ നടത്തിപ്പിനെ വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യാം. ഈ ലോകത്തിലെ എല്ലാറ്റിനേക്കാളും ദൈവത്തെ അനുഗമിക്കുന്നതിലൂടെ നാം നേടുന്ന എല്ലാറ്റിനും അനന്തമായ വിലയുണ്ട്. നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ കരങ്ങളിൽ വെക്കുമ്പോൾ ശാശ്വതമായ ഫലം പുറപ്പെടുവിക്കുവാൻ നമുക്ക് കഴിയും. ചിന്തിക്കുക, ദൈവത്തെ അനുഗമിച്ചതിൻ്റെ പേരിൽ നിങ്ങൾക്ക് എന്തൊക്കെ നഷ്ടപ്പെടുത്തി ജീവിക്കേണ്ടി വന്നു? മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 44 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ നിങ്ങളെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നു? ദൈവത്തിന് മഹത്വം.